നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ചെങ്ങന്നൂരിൽ നടന്ന ഒരു സംഭവം, ചെങ്ങന്നൂർ കല്ലിശ്ശേരി മഴിക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവം. അവിടെ ഗുരുദേവന്റെ കീർത്തനം ആലപിച്ച SNDP യോഗവുമായി ബന്ധപ്പെട്ട വനിതകൾക്ക് നേരെ RSS പ്രവർത്തകർ ശക്തമായ അക്രമം നടത്തുകയുണ്ടായി. അങ്ങനെ അവിടെ എന്താണ് ഈ ലോകം പാരലെല്ലാവരും ഒന്നാണെന്നും മനുഷ്യൻ നന്നാവണമെന്നും മനുഷ്യർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, മനുഷ്യന് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണാനും പഠിപ്പിച്ച ഗുരുദേവൻ്റെ കീർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന RSS അജണ്ട ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം നിർലജ്ജമാണ് ഇവരുടെ RSSൻ്റെ പ്രവൃത്തികൾ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു, അവർക്കെതിരെ അക്രമം ഉണ്ടാകുന്നു. നിരവധി ഏകദേശം 28ഓളം സ്ത്രീകൾ ഒപ്പിട്ട ഒരു നിവേദനം, ഒരു പരാതി അവിടുത്തെ SNDP ശാഖായോഗത്തിന് സമർപ്പിക്കുന്നു. അതായത് 1197 നമ്പർ ഉമയാറ്റുകര ശാഖയിലാണ്, അവിടുത്തെ സ്ത്രീകളാണ് ഈ പരാതി കൊണ്ടു കൊടുക്കുന്നത്, അവിടുത്തെ ശാഖായോഗം ഭാരവാഹികളുടെ കയ്യിൽ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് RSSൻ്റെ ഈ കുടിലതയ്ക്കെതിരായി, ഈ ദ്രോഹത്തിനെതിരായി, ശ്രീനാരായണ ഗുരുദേവനോടുള്ള വിദ്വേഷത്തിനെതിരായി ഒരു സമരപരിപാടി സംഘടിപ്പിക്കും, ഒരു പ്രതിഷേധ പരിപാടി. ഇവരുടെ പ്രതിഷേധം ഏതറ്റം വരെ പോകുമെന്നുള്ളത് നമുക്കറിയാം. കാര്യം അവിടെ ഒരു സായുധമായ ഒരു പ്രതിഷേധമൊന്നും ആയിരിക്കില്ല. അതിനു പകരമായി ഗുരുദേവ കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് അവരുദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം വേണ്ട, ഇങ്ങനെയൊരു പ്രതിഷേധത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ അവരുമായി സന്ധി ചെയ്യാൻ പോകുന്നു, നമ്മൾ അവരോട് സന്ധി ചെയ്യുകയാണ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾ കാര്യം നമുക്കറിയാമല്ലോ. അവരുടെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം, അവരുടെ രാഷ്ട്രീയ വിശ്വാസം എന്താണ് നമുക്കറിയാം. കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് ഈ പറയുന്ന BJPയെയും RSSനെയും ഒപ്പം നിർത്തിക്കൊണ്ട് BDJS എന്ന് പറയുന്നൊരു സംഘടന അവരുടെ കയ്യിലാണ്, നമുക്കറിയാം. അപ്പം ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ ഇവരെ ഒന്ന് അനുനയിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. അവിടെ പോയപ്പോൾ അപ്പോൾ ഗുരുദേവനും ദേവൻ്റെ ആദർശങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കോ ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നേതൃത്വമായി SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം, അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന ആ നേതൃത്വം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്നത് ഈ പറയുന്ന ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധമായുള്ള പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ വിനോദ് അപലപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ചെങ്ങന്നൂർ കല്ലിശ്ശേരി മഴുക്കീർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗുരുദേവ കീർത്തനം ആലപിച്ചത് തടസ്സപ്പെടുത്തിയവർക്കെതിരെ SNDP യോഗം 1197 നമ്പർ ഉമയാറ്റുകര ശാഖയിലെ വനിതകൾ നൽകിയ പരാതിയിൽ ശാഖാ യൂണിയൻ ഭാരവാഹികൾ നടത്താനിരുന്ന പ്രതിഷേധ പ്രകടനവും നാമജപവും SNDP യോഗ നേതൃത്വം ഇടപെട്ട് നിർത്തലാക്കിയത് ഗുരുദേവ നിന്ദയും മറ്റുള്ളവർക്ക് സമുദായത്തെ ആക്ഷേപിക്കാനുള്ള അവസരം സൃഷ്ടിക്കലുമാണ്. SNDP യോഗ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഇത്തരം ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തികൾ ഏറെ അപലപനീയമാണ്. ഇത് സത്യത്തിൽ ഈ പറയുന്ന പോലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലുണ്ടായത് ആദ്യത്തെ അനുഭവമാണോ? അല്ല. ഇതിനു മുൻപും ഏകദേശം 2016 ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അന്ന് ഉണ്ടായിരുന്നത് അന്ന് ഏകദേശം കട്ടച്ചിറ ചെറുമണ്ണിൽ മഹാവിഷ്ണു ക്ഷേത്രം, കട്ടച്ചിറ ചെറുമണ്ണിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ നാമം ചൊല്ലിയ ശ്രീനാരായണ ഗുരുദേവന്റെ കീർത്തനങ്ങൾ ചൊല്ലിയ സ്ത്രീകൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിരുന്നു. അന്ന് ബിജുവിൻ്റെ നേതൃത്വത്തിൽ RSSകാരെല്ലാം കൂടി ചേർന്നിട്ട്. അന്ന് പക്ഷേ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചു, പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശിവഗിരിയിൽ നിന്നുള്ള സ്വാമിമാരടക്കമുള്ളവർ അവിടെ എത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോടൊക്കെ ഇത്തരമുള്ള അക്രമകാരികളോട് സന്ധി ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ നേതൃത്വത്തിന്, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിനുള്ളത്. അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച്, അവരുടെ ചിന്താഗതിക്കനുസരിച്ച് SNDP യോഗം എന്ന് പറയുന്ന ബൃഹത് സംഘടനയെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാവണത്തിൽ കൊണ്ട് കെട്ടുക, ഇതാണിപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണീയരെ എല്ലാം കബളിപ്പിക്കുക, അവരെല്ലാം പച്ചയ്ക്ക് പറഞ്ഞാൽ അവരെ വഞ്ചിക്കുക, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രതിഷേധം, തങ്ങൾക്കെതിരെ നടന്ന ഒരു അക്രമമാണ്. ഒരു കൂട്ടം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംഘപരിവാറുകാരെന്ന് തന്നെ നമുക്ക് വിളിക്കാം, അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താ ശ്രീനാരായണ ഗുരുദേവന് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിലക്കുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം.
അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ പിന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ കീർത്തനങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലപിക്കാൻ പാടില്ലേ? അത് എങ്ങനെ ഹൈന്ദവ വിരുദ്ധതയാകും? അത് ഇനി സവർണ മേൽക്കോയ്മയുടെ മേലെ പിണിയാളുകളാണോ ഈ പറയുന്ന RSSകാർ? ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ശ്രീനാരായണീയർ വന്നിരുന്ന് കീർത്തനം ആലപിക്കാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വെറും സവർണ വർഗീയതയാണോ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇത്തരക്കാരോട് സന്ധി ചെയ്തുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും അവരെ വഞ്ചിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ SNDP യോഗത്തിന്റെ നേതൃത്വം, അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നേരെ പരാതികൾ പോവുക, അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പോകുന്നു, പരാതി ഒത്തുതീർപ്പാക്കുന്നു. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ പച്ചയ്ക്ക് വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് നിലവിൽ SNDP യോഗത്തിന്റെ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെക്രട്ടറി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ നമുക്കറിയാം SNDP യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഓഫീസം കണിച്ചുകുളങ്ങരയാണ്. കണിച്ചുകുളങ്ങര തമ്പുരാനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, നമുക്കറിയാം അല്ലെ? അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ് SNDP യോഗത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന് നമുക്കറിയാം. ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ ഓരോ സ്ഥാനം കൊടുത്ത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. പലതും അറിയുന്നില്ല എന്നുള്ളതാണ്. മൈക്രോ ഫിനാൻസ് കേസിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പലരും അവിടെ ഇവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു എന്നാണ് അന്നും പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് കഴിഞ്ഞ 26 വർഷമായി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ SNDP യോഗത്തിനെ ഇത്രയും ഒരു തകർച്ചയുടെ വഴിയിലേക്ക് നയിച്ചത് തീർച്ചയായും ഇപ്പോഴും നിലവിലുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ അടങ്ങുന്ന നേതൃത്വമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു മാറ്റം ഇനിയും ഉണ്ടായേ പറ്റൂ. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മളുടെ ശ്രീനാരായണീയരായ സ്ത്രീകൾക്ക് ശ്രീനാരായണ ഗുരുദേവ കീർത്തനം ചൊല്ലുമ്പോഴുള്ള അക്രമങ്ങൾ നമ്മൾ ഇതിനെ ഒരു ആപൽ സൂചനയായിട്ട് തന്നെ വേണം കാണാൻ. ശ്രീനാരായണീയ സമൂഹത്തിനെതിരെ ഇനിയും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.